കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന ഒഴിഞ്ഞവളപ്പ് സ്വദേശി കെ റഹ്മാന്റെ കൃഷിക്കാഴ്ചകളാണ് ഇനി. ചീരയും കോവയ്ക്കയും മധുരക്കിഴങ്ങും എല്ലാം ഇവിടെ സുലഭം. കാണാം കണ്ണിന് കുളിർമയേകുന്ന ആ കാഴ്ച. പോഷകങ്ങളുടെ കലവറയാണ് ചീര. ചീരകൃഷിയിൽ വിജയഗാഥ തീർത്തിരിക്കുകയാണ് ഒഴിഞ്ഞവളപ്പ് ഫലാഹ് പള്ളിക്ക് സമീപത്ത് താമസക്കാരനായ കെ റഹ്മാൻ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇദ്ദേഹം ചീരകൃഷി നടത്തിയിരിക്കുന്നത്. കൃഷിയിൽ വിജയഗാഥ തീർത്തതിൻ്റെ ആവേശത്തിലാണ് ഈ കർഷകൻ. ഇതാദ്യമായാണ് ഇത്രയേറെ സ്ഥലത്ത് റഹ്മാൻ കൃഷി ഇറക്കുന്നത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ ഒഴിഞ്ഞവളപ്പിൽ കൃഷി ചെയ്യുന്ന കുടുംബമാണ്. എൻ്റെ ഉപ്പ ഇന്ന് പാഠം ഉൾക്കൊണ്ട കൃഷി രീതിയാണ് ഞങ്ങളുടേത്. എൻ്റെ അനുജനുണ്ട്, അബ്ദുള്ള അടക്കാവ്, ജ്യേഷ്ഠന്മാർ എല്ലാവരും കൃഷിയായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. പണ്ട് മുതലേ സ്കൂളിൽ പോകുന്ന കാലത്തെ കുടത്തിൽ വെള്ളം എടുത്ത് പോർന്ന് പച്ചക്കറി കൃഷി ചെയ്ത് തുടർന്ന് വന്നതാണ്. പിന്നീടിപ്പം വീണ്ടും അത് തന്നെ കുറച്ച് കാലം ഗൾഫിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പച്ചക്കറിയിൽ തന്നെ. ഒരു കാലത്ത് മൾബറി കൃഷി കാര്യമായിട്ട് ചെയ്തിരുന്നു. പട്ടുനൂലും മൾബറി കൃഷിയായിട്ട് 89 ജില്ലയിൽ നല്ലൊരു കർഷകനായിട്ട് മാറിയിരുന്നു അന്ന്. പിന്നെ അതിൻ്റെ കൊക്കൂണിൻ്റെ വിപണി ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ പച്ചക്കറി നല്ല ലാഭകരമായിട്ട് പോകുന്നതാണ്. ഈ പ്രാവശ്യം കാലാവസ്ഥ മഴ കൂടുതൽ നിലനിന്നതുകൊണ്ട് മറ്റ് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പെട്ടെന്നാവുന്ന ഒരു കൃഷിയായതുകൊണ്ട് ചീര, ഇത് പാലക്കാടൻ അരുൺ വിത്താണ് ഈ ചീരൻ്റെത്. ഇത് നല്ല വിളവെടുപ്പ്, നല്ല ഹൈറ്റും തൂക്കുമെല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു വിത്താണിത്. ചീര മാത്രമല്ല, ചീരയ്ക്ക് പുറമെ കോവയ്ക്ക, മധുരക്കിഴങ്ങ്, നെൽകൃഷി, മറ്റ് വിവിധ തരം പച്ചക്കറികളെല്ലാം ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തവണ കൂടുതലായി വിളവിറക്കിയത് ചീരയാണ്. റഹ്മാൻ എന്ന ഈ കർഷകന് വിപണി ഒരിക്കലും വെല്ലുവിളിയാകുന്നില്ല. കാരണം രാവിലെയും വൈകിട്ടും 2 സമയങ്ങളിലായി ഇവിടെ എത്തുന്ന കച്ചവടക്കാർ വില പറഞ്ഞുറപ്പിച്ച് ചീര കൊണ്ടുപോവുകയാണ്. ചില്ലറ വിൽപ്പനയും നടത്തുന്നുണ്ട്. പാരമ്പര്യ കർഷകൻ കൂടിയാണ് റഹ്മാൻ. പാലക്കാടൻ അരുൺ വിത്താണ് ചീരകൃഷിക്കായി ഇദ്ദേഹം തെരഞ്ഞെടുത്തത്. കൂടുതൽ ഉൽപാദനവും തൂക്കവും ഈ വിത്തിന്റെ ഗുണമാണെന്ന് കർഷകൻ പറയുന്നു. വിത്തിന് 2000 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. 1 കിലോയ്ക്ക് 25 രൂപ വില വെച്ചാണ് കർഷകർക്ക് ചീര നൽകുന്നതെന്ന് കെ റഹ്മാൻ പറഞ്ഞു. കൃഷിയിൽ ഏറെ തൽപരനായ ഇദ്ദേഹത്തെ തേടി നിരവധി അവാർഡുകളും എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മൾബറി കൃഷിയിലായിരുന്നു ഇദ്ദേഹത്തിന് താല്പര്യം. പിന്നീട് വിവിധ കൃഷികൾ പരീക്ഷിച്ചു. എല്ലാം വിജയം. ഒടുവിൽ ചീരകൃഷി വ്യാപകമാക്കി. റഹ്മാന്റെ പാടത്തെത്തിയാൽ ചീരകൃഷി കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. കൃഷിയിൽ കൂടുതൽ വ്യാപൃതനാകാനാണ് റഹ്മാന്റെ ആഗ്രഹവും താല്പര്യവും. കൃഷിക്ക് എല്ലാ പിന്തുണയും നൽകി ഭാര്യ കയറുനിസയും മക്കളും ഒപ്പമുണ്ട്. പച്ചക്കറികൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലത്ത് കെ അബ്ദുൾ റഹ്മാൻ എന്ന കർഷകൻ പൊതുസമൂഹത്തിന് മാതൃകയാണ്. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.